ഗൈസ്, ഇന്ന് നമുക്ക് എരുന്ത് പൊരിച്ചാലോ? എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവളെ വീട്ടിൽ നിന്ന് വന്ന സമയത്ത് കൊടുന്നതായിരുന്നു. വീടിന്റെ അടുത്ത് വലിയൊരു പുഴയുണ്ട്. അപ്പൊ ഇടക്ക് കിട്ടുന്ന സമയത്ത് എനിക്ക് കൊടുന്നു തരാറുണ്ട്. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് കുറച്ച് എരുന്തിന്റെ ഇറച്ചിയാണ്. എരുന്തിന്റെ ഇറച്ചിന്റെ കൂട് ക്ലോസ്ഡ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിനെ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. 5 മിനിറ്റിന്റെ പരിപാടിയേ ഉള്ളൂ. ആദ്യത്തെ പ്രാവശ്യം എടുത്തു നോക്കിയപ്പോ കുറച്ചൊക്കെ തുറന്നിരുന്നു, ബാക്കിയൊന്നും ഓപ്പൺ ആയിട്ടില്ല. അപ്പൊ ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് തുറന്നു നോക്കിയപ്പോ എല്ലാ എരുന്തിറച്ചിയും ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ചില സ്ഥലത്ത് ആൾക്കാർ ഇത് ഇങ്ങനെയും കഴിക്കും തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ഇത് ഫ്രൈ ആക്കുകയാണ്. ഒരു 5 മിനിറ്റ് അടുപ്പത്ത് വെച്ചിട്ടുള്ളൂ. പിന്നെ അതിന്റെ ശേഷം നമ്മൾ ഇത് ഊറ്റി മാറ്റുകയാണ്. നല്ല ചൂടുണ്ടായിരുന്ന കൈയൊക്കെ പൊള്ളി. അടുത്ത പരിപാടിയാണ് ഇതിന്റെ ഉപ്പാട് കെട്ടത്. ഈ കൂടിന്റെ ഉള്ളിൽ നിന്ന് എരുന്തിറച്ചിനെ മാറ്റിയിട്ട് അതിന്റെ കാഷ്ടം കളയാന്നുള്ളതാണ്. ചില സ്ഥലത്ത് ആൾക്കാർ പറയും ഇത് അതിന്റെ കാഷ്ടല്ല, അതെന്തോ ഒരു പ്രോട്ടീനോ അങ്ങനെ എന്തോ ആണ് എന്നുള്ളത്. പക്ഷെ എന്റെ അമ്മ പറയും അത് ഒഴിവാക്കണം, അല്ലെങ്കിൽ അത് തിന്നുന്ന സമയത്ത് കല്ല് കടിക്കണ പോലെ, നമുക്ക് മണല് കടിക്കണ പോലത്തെ ഒരു ഫീല് വരും. അങ്ങനെ അതും പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഇത് ഒഴിവാക്കാൻ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാൻ ഏകദേശം ഒരു 1 അവറോളം എടുത്തേ. പിന്നെ ഈ കൂടിന്റെ ഉള്ളിൽ ഒരിറച്ചി ഉള്ളതുണ്ട്, 2 ഇറച്ചി ഉള്ളതുണ്ട്. അതിന്റെ കഥ എന്താന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഈ കക്കറച്ചിന്റെ കാഷ്ടൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഇതുപോലെ പിഴിഞ്ഞിട്ടാണ് നമ്മൾ വേറൊരു പ്ലേറ്റ് എടുത്തത്. സത്യത്തിൽ നമുക്കിത് എപ്പോഴെങ്കിലൊക്കെ കിട്ടുന്ന സാധനം ആയതുകൊണ്ട് തന്നെ ഇതിനെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ചില സ്ഥലങ്ങളിലൊന്നും ആൾക്കാർക്ക് ഇത് തീരെ ഇഷ്ടമല്ല പറഞ്ഞേക്കലുണ്ട്. പിന്നെ അടുത്തത് ഇതിന്റെ മസാല പരിപാടി. ഗരം മസാല ഒഴികെ എല്ലാ മസാലാസും ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് ആണ് ആദ്യം ഇട്ട് കൊടുത്തത്. വെളുത്തുള്ളിയും ഇഞ്ചിയും നേരെ കട്ട് ചെയ്തതാണ്. ഇവിടെ നമ്മൾ ചതച്ചിട്ടില്ല. ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ, അതും ഇട്ട് കൊടുക്കുക. കാന്താരി മുളക് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. പക്ഷെ നമ്മൾ ഇവിടെ എടുത്തിട്ടില്ല, നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു വെള്ളമുളകാണ് കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് കൊണ്ടുവന്ന സമയത്ത് എന്റെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ചെയ്യാൻ. സാധാരണ നമ്മൾ ഇങ്ങനൊന്നും ചെയ്യാറില്ല, ജസ്റ്റ് മസാലാസ് മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കാറാണ്. പക്ഷെ ഇതിന് വേറെ ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കി. വേവിച്ചോണ്ട് തന്നെ ജസ്റ്റ് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്ത്. ഏതായാലും എരുന്തിറച്ചി നല്ല അടിപൊളിയായിരുന്നു. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എരുന്ത് കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന്